ഇന്ത്യൻ വിസ, കോവാക്സിൻ തുടങ്ങിയ വിഷയങ്ങളിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. കോവാക്സിൻ സ്വീകരിച്ചിട്ട് തിരിച്ചെത്താനാവാത്തവരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് അറിയിച്ചു. ഇന്ത്യൻ സമൂഹത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുന്നതിനും പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനുമായി ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഓപ്പൺ ഹൗസ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നത് പ്രകാരം ഏതൊരാൾക്കും ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കുകയും വിവിധ വകുപ്പ് മേധാവികളുമായി നേരിട്ട് സംവദിക്കാൻ സാധിക്കും എന്നതുമാണ് ഓപ്പൺ ഹൗസിന്റെ പ്രത്യേകത. I welcome His Excellency Shri C.B. George, Ambassador of India to Kuwait. കോവാക്സിൻ സ്വീകരിച്ച് കുവൈറ്റിലേക്ക് എത്താൻ സാധിക്കാത്ത പ്രശ്നം, ഇന്ത്യൻ പാസ്പോർട്ട്, ഇന്ത്യൻ വിസ തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ചകൾ നടന്നത്. കോവാക്സിൻ പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവർക്ക് രാജ്യത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം കുവൈറ്റ് അധികൃതരുമായി ചർച്ച ചെയ്തു വരുന്നതായി അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് പറഞ്ഞു. കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും കോവാക്സിൻ പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ച ഇന്ത്യക്കാർക്കായി എംബസി രജിസ്ട്രേഷൻ ഡ്രൈവ് ആരംഭിച്ചതായും അദ്ദേഹം ഓപ്പൺ ഹൗസിൽ പറഞ്ഞു. So on the Covaxin issue, I have taken it up with the Kuwaiti authorities now that the WHO has also accepted and recognized it as a emergency usage vaccine. We expect that this would happen shortly. I am expecting a favorable decision from the government of the state of Kuwait. At the embassy, we have launched a registration drive to make sure that we have information on the people who have registered with Covaxin vaccines, because that would help us to take up the matter, continues to take up the matter with the authorities and also with the sufficient data. So please advise those who haven't registered with us. I am told that the response has been very good today. We released it yesterday, so please continue to register on that. ഇന്ത്യയിലേക്കുള്ള വിനോദസഞ്ചാര വിസ ആരംഭിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാരത്തിനും വാണിജ്യ പ്രവർത്തനങ്ങൾക്കുമായി കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് ധാരാളം സ്വദേശികളെ ആകർഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും. വിസയ്ക്കായി അപേക്ഷിച്ച അന്നോ അടുത്ത ദിവസമോ ടൂറിസ്റ്റ് വിസ, സന്ദർശക വിസ അനുവദിക്കുന്നുണ്ടെന്നും കുവൈറ്റിലെ ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ സ്വദേശി സുഹൃത്തുക്കളെ ഇന്ത്യ സന്ദർശനത്തിനായി ക്ഷണിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. We have started issuing tourist visas to Kuwaiti nationals. No visa is required for diplomatic passports, as you are aware, or official passports. Tourist visas we are issuing on the same day or the next day. This is a new thing which I have started. On the same day or the next day, we are issuing tourist visas to Kuwaiti nationals. I would like to have more Kuwaitis to visit India for tourism and business. I would like to, each one of you present here and also who are listening to me, to invite Kuwaitis to visit India more frequently. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് വൈകുന്ന വിഷയത്തിൽ പോലീസ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് സമയം ആവശ്യമാണെന്നും പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കുന്നത് അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കരുതെന്നും അംബാസിഡർ അഭ്യർത്ഥിച്ചു. പാസ്പോർട്ടിന്റെയും വിസയുടെയും കാലാവധി കഴിയുന്നതിന്റെ 3 മാസം മുമ്പെങ്കിലും പുതുക്കാൻ അപേക്ഷിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി. And in any case we are here, so please submit the passport at least 3 months before the expiry of the passports or the residence permit. So people always come in the last minute. Not all of. In a few cases I get, sir, I submitted it on 14th of November. Can I have it on 16th of November? The passport was with the person concerned for 10 years, so it can be submitted within 1 year anytime. So at least submit it 3 months before the expiry of the passport. That's what I wanted to say. That's very important thing, because we in most of the cases we are able to give it in 15 days time, because the reference reply comes in most cases within a week, in 2 weeks time. But some cases it takes time. Particularly it's important to ensure that the police station is mentioned correctly in the application form. ഈ മാസം ആദ്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവാസി പാസ്പോർട്ട് വിഭാഗം സെക്രട്ടറി സഞ്ജയ് ഭട്ടാചാര്യ കുവൈറ്റിൽ സന്ദർശനം നടത്തിയിരുന്നതായും വിമാന ടിക്കറ്റ്, എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലും ചർച്ചകൾ നടന്നതായും അദ്ദേഹം പറഞ്ഞു. Sanjay Bhattacharya, who was on a short visit to Kuwait, he also visited the passport center in Sharq and also our shelter and met the inmates. The issues raised with him by the community include restrictions on travel from
India to Kuwait with increase in number of airlines. Today morning I had a meeting with the president of the Kuwaiti Civil Aviation. We have discussed about the air bubble and other expanding our engagement between the two civil aviation authorities. So high airfare is another issue which is raised with the Secretary. Problems being faced by our Indian doctors and nurses in Kuwait on degree equalization, corruption and exploitation of Indian nurses at the recruitment stage in India, which has become a stumbling block in direct recruitment of nurses to MOH, illegal channels of recruitment of domestic workers and laborers, particularly from Andhra Pradesh, need for early accreditation of engineering institutions by NPA, issues faced by chartered accountants and support for the special needs. നോർക്ക് അനുവദിക്കുന്ന വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിനായി ഗാർഹിക തൊഴിലാളികൾക്ക് ശമ്പള സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുള്ള നടപടി സ്വീകരിക്കുമെന്നതാണ് ഓപ്പൺ ഹൗസിൽ പ്രഖ്യാപിച്ച മറ്റൊന്ന്. നിലവിൽ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സ്പോൺസർ നൽകുന്ന ശമ്പള സർട്ടിഫിക്കറ്റ് നീതിന്യായ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിന് അനുസൃതമായി അറ്റസ്റ്റ് ചെയ്തു നൽകാൻ എംബസി നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു.